റബ്ബി ജഅൽനി മുഖീമസ്സലാ. സയ്യിദുനാ ഇബ്രാഹിം നിസ്കാരത്തിൽ നമ്മൾ കേറുന്ന ആദ്യത്തെ വാക്കാണ് ഏത്? അല്ലാഹു അക്ബർ. അവ്വലു മൻ തലഫള ബിഹാ ഇബ്രാഹിം. നിസ്കാരത്തിൽ ആദ്യത്തെ ദിക്റായ അല്ലാഹു അക്ബർ ഭൂമിയിൽ ആദ്യം പറഞ്ഞ ആൾ സയ്യിദുനാ ഇബ്രാഹിം. എന്തിനെ? ബാങ്കിലെ ആദ്യത്തെ ദിക്റാണ് അല്ലാഹു അക്ബർ. അത് ഭൂമിയിൽ പറഞ്ഞ ആൾ സയ്യിദുനാ ഇബ്രാഹിം. നിസ്കാരത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ അമൽ എന്ന് പറഞ്ഞാൽ വജ്ജഹ്തു ആണ്. അവ്വലു മൻ ദഅ ബിഹാ ഇബ്രാഹിം. വജ്ജഹ്തു ഭൂമിയിൽ ആദ്യം തോന്നിയ ആൾ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദി فطر السماوات والأرض حنيفا مسلما وما أنا من المشركين. دعاء الافتتاح أن وجهت أول من دعا بها إبراهيم. ലോകത്ത് ആദ്യമായി വജ്ജഹ്തു ഓതിയ ആൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്, നിസ്കാരത്തിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരല്ലാതെ പറയപ്പെടുന്ന ഒരു മുക്കറമായ പേരുണ്ടെങ്കിൽ അത് സയ്യിദുനാ ഇബ്രാഹിം. കമാ സല്ലൈത അലാ ഇബ്രാഹിം. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നി കൊണ്ട് നിസ്കരിച്ചു. എന്തുകൊണ്ട്? അഗ്നി അല്ലാഹുവിനെ ഉൾപ്പെടുന്ന സൃഷ്ടിയാണ്. അത് മുസ്ലിമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഒതുങ്ങി നിൽക്കുന്ന ആൾ എന്നാണ് അർത്ഥം. വസ്തു ആയാലും സാധനമായാലും ഒക്കെ. ചിന്തിക്കുക, BC 1447 16 ലക്ഷത്തെയും കൊണ്ട് ഈജിപ്തിൽ നിന്ന് സിനായ് മരുഭൂമിയിലേക്ക് പോയി നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഈജിപ്തിൽ നിന്ന് സിനായ് മരുഭൂമിയിലേക്ക് പോയി. ചിന്തിക്കണം, ഈജിപ്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് നെൽനദിയുടെ പരിസരത്ത് നിന്ന് പോയി മഹാനായ സയ്യിദുനാ മൂസ അലൈഹിസ്സലാം സിനായ് മരുഭൂമിയിലേക്ക് പോയി. 16 ലക്ഷം ആളുകളെയും കൊണ്ടുപോയി നബിയുല്ലാഹി മൂസ. ഉപ്പാങ്കാലത്ത് എന്ത് ചെയ്ത്? ചെങ്കടലിന്റെ മുന്നിൽ പോയി പെട്ടുപോയി. തൊട്ടപ്പുറത്ത് ഫിർഔനുമുണ്ട്, 6 ലക്ഷം പട്ടാളവും ഉണ്ട്. ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടാളം ഉണ്ടായിരുന്ന ഒരാളാണ് ഫിർഔന്. എന്ന ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് ഫിർഔന്റെ പട്ടാളത്തിനെ പറ്റി ഒരുപാട് സ്ഥലത്തായിട്ടുണ്ട്. അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അത്ര വലിയ പട്ടാളക്കാരനാണ് ഫിർഔന്. 6 ലക്ഷം പട്ടാളത്തെ കൊണ്ട് ബാക്കിലുണ്ട് ആര്? ഫിർഔന്. 16 ലക്ഷം സാധുക്കളുണ്ട് മൂസാ നബിയുടെ കൂടെ. ഇനി മുനമ്പ് ചുറ്റിക്കടക്കാൻ നേരമില്ല. മുന്നിൽ ഓടുന്ന ആളുകൾ വഴിതെറ്റി. ബാക്കിലാണ് മൂസാ നബി അലൈഹിസ്സലാം. ശത്രുക്കൾ വരികയാണെങ്കിൽ ശത്രുക്കളിൽ നിന്ന് സാധുക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവസാനമാണ് ആര് പുറപ്പെട്ടത്? സയ്യിദുനാ മൂസ. മുന്നിലുള്ള ആളുകൾ വേഗം മുന്നിൽ ഓടിക്കോളി എന്നാണ്. ബാക്കിൽ ശത്രുക്കൾ വന്നാൽ അവരെ തടയാൻ വേണ്ടി ഏറ്റവും ബാക്കിൽ നിന്നു ആര്? നബിയുല്ലാഹി മൂസ. മുന്നിൽ പോയവർക്ക് വഴിതെറ്റിയപ്പോൾ നേരെ ചെങ്കടലിനരികിൽ വന്നു. സുബഹിയുടെ നേരമായി നിർവാഹമില്ല. എന്തെയും അപ്പോൾ ഒരു ഭയമുണ്ടാക്കി. അല്ലാഹു പറഞ്ഞു, ഒരടി കൊടുക്ക്. അടിച്ചു. പിന്നെ ഉണ്ടായത് نجيناكم من آل فرعون يسومونكم سوء العذاب يذبحون أبناءكم ويستحيون نساءكم وفي ذلكم بلاء من ربكم عظيم وإذ فرقنا بكم البحر فأنجيناكم وأغرقنا آل فرعون وأنتم تنظرون. البقرة 49-50 ആയത്തുകൾ. അൽ-ബഖറ 49-50 ആയത്തുകൾ. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. വഇദ് ഫറഖ്നാ ബികുമുൽ ബഹ്റ. അപ്പോൾ കടൽ പിളർത്തി കൊടുത്തു. ഒറ്റടി കടൽ പിളർന്നു. 16 ലക്ഷം ആളുകൾക്ക് പെട്ടെന്ന് ഓടി രക്ഷപ്പെടണമെങ്കിൽ കടൽ എത്ര പിളരണം? ഒരാള് 4 ആളെയോ 5 ആളെയോ 10 ആളോ രീതിയിൽ പിളർന്നാൽ മതിയാവൂല. കാരണം എത്ര ഉണ്ട് മൂസാ നബിയോട് കൂടെ? എത്ര ആളുണ്ട്? 16 ലക്ഷം ആളുകളുണ്ട്. മനസ്സിലായില്ല? നമ്മളെ പാടവരമ്പത്തേക്ക് കൂടെ ഒരു വയൽ വരമ്പത്ത് പോകും പോലെ നടക്കൂല.
ഈ റോട്ട് പോലും അതും പറ്റൂല. ഈ റോട്ട് മുതൽ ഒരാൾ പോവുകയാണെങ്കിൽ 4 ആള് 5 ആള് തിങ്ങിപ്പോയാൽ 5 ആള് പിന്നെ എപ്പുറം പോവോ? പറ മനുഷ്യ, ഒരു വരി നിൽക്കണ്ട പറ. ഈ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന 6 ആള് പോലും വീതിയിൽ നിന്ന് പോവുകയാണെങ്കിൽ ഈ റോട്ടിൽ പോകാൻ കഴിയൂല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഒരു 4 ആളോ 5 ആളോ അപ്പുറം ഇത് പോവില്ല. ഇത് പെട്ടെന്ന് കഴിയും വേണം. കാരണം ബാക്കിൽ ആരുണ്ട്? ഫിറഔൻ. അപ്പോൾ ഇത് ഫറക്കനാന്ന് പറഞ്ഞ ആ ഫറക്കന് എത്ര ഉണ്ടാവും? എന്തുകൊണ്ട് 16 ലക്ഷം ആളുകളുണ്ട്. 16 ലക്ഷം ആളുണ്ട്. കടലങ്ങോട്ട് പിളർന്നു, ഒറ്റടി അങ്ങോട്ട് പിളർന്നു. ആ ഭാഗം ഞാൻ ചെങ്കടൽ കണ്ടിട്ടുണ്ട്. ആ ഏരിയ ചെങ്കടൽ, ആ ഏരിയ ഞാൻ കണ്ടിട്ടുണ്ട്. കടലങ്ങോട്ട് മാറി. അതായത് ഓരോരുത്തർക്കും ഈ 16 ലക്ഷം ആളുകൾക്കും ഓടാനുള്ള സ്ഥലം കിട്ടി. മനസ്സിലായില്ല? പെട്ടെന്ന് ഓടാനുള്ള സ്ഥലം കിട്ടി. അതായത് മുന്നിലുള്ളവർ പോയിട്ട് ബാക്കിലുള്ളവർ ഇങ്ങനെ കാത്തു നിൽക്കണ്ട, ഒറ്റടിക്ക് കടലങ്ങോട്ട് മാറി. അപ്പൊ ഈ 16 ലക്ഷം എടുത്തു ചാടി അങ്ങോട്ട് എങ്ങോട്ട്? കടലിലേക്ക്. വെള്ളമില്ല, വെള്ളോട്ട് പോയി. അങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. നിങ്ങൾ ഇതൊക്കെ ചിന്തിക്കണം. ഇത് അപ്പോഴാണ് ഇതിന്റെ അല്പം നമ്മൾ മനസ്സിലാക്കുക. കടൽ പിളർന്നു എന്ന് പറഞ്ഞാൽ ഒരു കടൽ പിളരല്ല ഇത്. ഇവിടെ മൂസാനിയുടെ കൂടെ എത്ര ആളുണ്ട്? അവിടെ ചരിത്രം പഠിക്കണം. മൂസാനിയുടെ കൂടെ എത്ര ആളുണ്ട്? പറകുട്ടി എത്ര ആളുണ്ട്? 16 ലക്ഷം ഉണ്ട്. 16 ലക്ഷം. ബാക്കിലോ? തൊട്ട് ബാക്കിൽ ഫിറഔനുണ്ട്. അവന്റെ പട്ടാളത്തോടു കൂടെ 6 ലക്ഷം പട്ടാളം. ആരെ കൂടെ ഉണ്ട്? ഫിറഔന്റെ കൂടെ ഉണ്ട്. എന്ത് ചെയ്യും? 16 ലക്ഷം ആളുകളിൽ ഒരു 10 ആളെങ്കിലും ബാക്കിലായി പോയാൽ അവർക്ക് ഓടാൻ സ്ഥലം കിട്ടിയില്ലെങ്കിൽ അവരെ പിടികൂടും. ആര്? ഫിറഔന്. എല്ലാവർക്കും സ്ഥലം കിട്ടണം. കാട്ടിലങ്ങോട്ട് മാറി. കടൽ മാറിയപ്പോൾ അതിന് മരുഭൂമി പോലെയായി. മനസ്സിലായോ? വെള്ളം അങ്ങോട്ട് മാറിയപ്പോ അതിന് മരുഭൂമി പോലെയായി. അപ്പോൾ ഇറങ്ങിയിട്ട് ഓടി. നൊടിയിടയിൽ ഞാൻ ആ ഏരിയ കണ്ടിട്ടുണ്ട്. ഏരിയ ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ട് കാണും, പക്ഷെ ഭയങ്കര ആഴാണ്. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഞാൻ ആ ഏരിയ കണ്ടിട്ടുണ്ട്. ഈജിപ്തിൽ നിന്ന് ഏകദേശം കൈറോയിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ പോയാൽ ആ ഏരിയ ഉണ്ട്. ഞാൻ ആ ഏരിയയിൽ പോയി കണ്ടിട്ടുണ്ട്. കൈറോയിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ പോയാൽ ആ ഏരിയ ഉണ്ട്. നേരെ അപ്പുറത്ത് സിനായി മരുഭൂമിയുണ്ട്. മനസ്സിലാവുന്ന പറഞ്ഞത്? അത് കാണാൻ കഴിയും, കാണാം. തൊട്ടപ്പുറത്ത് ഇങ്ങനെ കാണാം. പക്ഷെ എന്തിന് കഴിയില്ല? കടലാണ്, ഭയങ്കര ആഴമുള്ള കടലാണ്. അതേസമയത്ത് കടലുണ്ട്. കടലാണ് മാറി. ഇവർ നൊടിയിടയിൽ ഓടിയിട്ട് അക്കരെ കടന്നു. നേരെ ബാക്കിൽ പെട്ടെന്ന് ഇവർ അക്കരെ കടന്നു. നേരെ ബാക്കിൽ ആരെത്തി? പട്ടാളോ. അവര് നേരെ അങ്ങോട്ട് ചാടി. وأغرقنا آل فرعون وأنتم تنظرون. صلاة الله سلام الله على طه رسول الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. الله നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. എന്തുകൊണ്ട് ബഹർ അള്ളാഹ്ക്ക് വഴിപ്പെടാത്തൊരു ബഹറുമില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടാത്തൊരു വെള്ളമില്ല, അള്ളാഹ്ക്ക് വഴിപ്പെടാത്തൊരു ബഹറുമില്ല. ഇതുകൊണ്ട് ബഹർ മുസ്ലിമാണ്. ആകാശത്തിലുള്ളതെല്ലാം മുസ്ലിമാണ്, ഭൂമിയിലുള്ളതെല്ലാം മുസ്ലിമാണ്.
മുസ്ലിം എന്നാൽ ഒതുങ്ങി നിൽക്കുന്നവൻ. ആർക്ക്? പറകുട്ടി. ആർക്ക്? അല്ലാഹുവിന്. മുസ്ലിമേ, നീ ആര് എന്ന് നീ ചിന്തിക്കണം. നീ ആര്? ഞാൻ ആര്? നീ ആര്? ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എന്താണ് അതൊക്കെ പഠിക്കാനുള്ള പാഠം? എത്രയാ മുസാനബി കടലും കിടന്ന് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ നമ്മൾ വിചാരിച്ച് നമ്മളിങ്ങനെ എന്തോ ഒരു പാറക്കടവിലേക്കുള്ള ഒരു പുഴ പോലെ. ഇവിടെ തന്നെയല്ലേ പാറക്കടവ്? പറ, നിങ്ങൾ എന്താ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? പറ. അത് പുഴ, അതാ അപ്പുറം പോയിട്ടുണ്ടാവും എന്ന്. എന്താ ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അത്ര അത്ഭുതമാണ് ഖുർആൻ പറഞ്ഞ ഒരു വലിയ അത്ഭുതമാണത്. കാട്ടലങ്ങോട്ട് പോയി. എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരു വടിയൊന്ന് ഇങ്ങനെ അടിച്ചു. സയ്യിദ്ന മൂസാ പോയി. ഇതുകൊണ്ട് വലഹു അസ്ലമ വലഹു അസ്ലമ വലഹു അസ്ലമ. ബദറിന്റെ പ്രഭാതത്തിൽ മുഹമ്മദ് മുസ്തഫ ഒരു പിടി ബദർ താഴ്വരയിൽ നിന്ന് മണ്ണ് വാരി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ശത്രുവിന്റെ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് മുഹമ്മദ് മുസ്തഫ ഒരു പിടി മണ്ണ് കൊണ്ട് വാരി ഒറ്റ. അങ്ങേ ഭാഗത്തെ പട്ടാളത്തിന്റെ കണ്ണിൽ ഒരാളെ കണ്ണിലും പെടാതെ ഉണ്ടായില്ല. ഇവരെ കൊല്ലാൻ വരികയാണ് മറ്റൊരു. ഒരു പിടി മണ്ണ് വാരി. ഇവിടെ AK-47 ഉണ്ടോ? ഇല്ല. ഇവിടെ വാളുണ്ടോ? പറ. ഇല്ല. ഇവിടെ കുന്തണ്ടോ? ഇല്ല. ഇനി വാള് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇവർക്കൊന്നും അറിയില്ല. ഇവർ വെള്ളം കോലികളും ചെരുപ്പുത്തികളുമാണ്. ഇവർക്ക് എന്ത് യുദ്ധം? ഇവർ യുദ്ധം ചെയ്യാൻ പോയതുമല്ല. ഇവർ അവരുടെ മുതല് മക്കൾക്കായി പിടിച്ചടക്കിയിട്ടുണ്ട്. ആ മുതല് തിരിച്ചു വാങ്ങാൻ വേണ്ടി പോയതാണ്, യുദ്ധത്തിന് പോയതല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇവർ മക്കക്കാരാണ്. മക്കയിൽ നിന്ന് പോരുമ്പോൾ ഇവരെ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുണ്ട്. ആര്? മക്കക്കാരുടെ ഒരു കച്ചവട സംഘം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ തിരിച്ചു വരുമ്പോൾ ആ മുതൽ വാങ്ങിച്ചാൽ അത്രയും കിട്ടിയല്ലോ. കാരണം ഇവർക്ക് അവകാശപ്പെട്ടതാണ്. കാരണം ഈ മുതൽ എവിടെ ഉണ്ട്? പറ. എവിടെ? ഇതിന്റെ ഇരട്ടിയുടെ മേലെ മുതൽ അവരവിടെ കൊള്ള ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആര്? മക്കൾക്ക്. അപ്പൊ കിട്ടിയത് ഉപരോധിക്കുക, പിന്നെ വില പേശുക. ഞങ്ങൾക്ക് ഞങ്ങളെ മുതൽ വേണം, അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കിക്കുക. അല്ലാതെ യുദ്ധത്തിന് പോയതല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധത്തിന് പോയതല്ല. അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അവരുടെ കയ്യിലില്ല. പിന്നെ സാന്ദർഭികമായി വന്നതാണൊക്കെ. ഇവർക്ക് യുദ്ധം അറിയുകയുമില്ല. ഇവർ ചെരുപ്പ് കുത്തികളാണ്, ഇവർ വെള്ളം കോലികളാണ്. ഇവർ ചെരുപ്പ് കുത്തികളാണ്, ഇവർ വെള്ളം കോലികളാണ്. ഇവർ വെള്ളം കോലികളാണ്, ചെരുപ്പ് കുത്തികളാണ്. ഇവർക്ക് കൃഷിഫലന്മാരാണ്. ഇവർ തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്. അങ്ങനെയുള്ള നാഗരികതയോ രാഷ്ട്രീയമോ അതൊന്നും അവർക്ക് അറിയുകയില്ല. ഏറിയ കൂറാളുകൾക്കും അറിയൂല. ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പോഴാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ ബദറിൽ പിന്നെ അവര് ശത്രുക്കൾ നമ്മളെ കൊല്ലും എന്ന് വട്ടം വന്നു. അപ്പൊ ഹബീബാ നബി എന്ത് ചെയ്ത് ഒരു പിടി മണ്ണ് വാരി. സുബഹിയുടെ നേരത്ത് ഒരു പിടി മണ്ണ് വാരി ഇങ്ങനെ ഇട്ട്. ഈ ഇടലിനെ പറ്റി ഖുർആൻ പറഞ്ഞു. എന്ത്? നബിയെ അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല, അല്ലാഹുവാണ് എറിഞ്ഞത്. അങ്ങെറിഞ്ഞപ്പോൾ അങ്ങെറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? നബി എറിഞ്ഞു എന്നും പറഞ്ഞു, നബി എറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? വമാ റമൈത, നബിയെ താങ്കൾ എറിഞ്ഞിട്ടില്ല. ഇത് റമൈത, താങ്കൾ എറിഞ്ഞപ്പോൾ. വലാകിന്ന അല്ലാഹ റമ, എങ്കിലും എറിഞ്ഞത് അല്ലാഹുവാണ്. ആ ഒരു പിടി മണ്ണ് ഒന്നും ഇങ്ങനെ വാരിയിട്ട് നിങ്ങൾ വിചാരിച്ച ഷോർട്ട് പുട്ടിന്റെ ഉണ്ട് എറിയുമ്പോൾ ഏറൊന്നുമല്ല. മനസ്സിലാണ്ട് പറഞ്ഞത്? ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ എറിഞ്ഞിട്ട് ആയിരം ആളുകളെ കണ്ണിൽ എങ്ങനെ എല്ലാം അങ്ങനെ ആവും. ഒന്നിങ്ങനെ എടുത്ത് മണ്ണിങ്ങനെ ഇട്ട്
1000 ആളുകളുടെ കണ്ണിലും ഒരാളെ കണ്ണിലും ഇത് ആവാറല്ല. പിന്നെ അവർക്ക് എന്ത് യുദ്ധം? കണ്ണിൽ മണ്ണ് കയറി കഴിഞ്ഞാൽ പിന്നെ യുദ്ധണ്ട. പറ മനുഷ്യ, പിന്നെന്ത്? പിന്നെ വയലുണ്ട, പിന്നെ യുദ്ധണ്ട. وما رميت وما رميت إذ رميت ولكن الله رمى. ഈ മണ്ണ് ഓരോന്നും പോയിട്ട് ഓരോരുത്തരുടെയും കണ്ണിൽ കയറിക്കൂടി. ഇത് ഒറ്റക്ക് പോയി, ഇങ്ങനെ ഇട്ടു. ആ മണ്ണ് പിന്നെ സ്വയം പോയി. എറിയ നോക്കല്ല, അള്ളാഹുവിന്റെ ഖുദ്റത്ത്. ഇത് വഴിപ്പെടും ആർക്ക്? ഇത് മണ്ണ് നന്നായി ഇത് ആർക്ക് വഴിപ്പെടും? അള്ളാഹു വഴിപ്പെടും. നബിയാണ് എറിഞ്ഞത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരാളുടെയും കണ്ണിലത് പെടാതെ വന്നില്ല. എല്ലാവരുടെ കണ്ണിലേക്കും അത് എല്ലാ കണ്ണിലും അത് എത്തി. എല്ലാവരുടെയും ചിന്ത മാറി, പണി മാറി, പ്രവർത്തനം മാറി. എന്തുകൊണ്ട്? ആകാശത്തിലുള്ളവരെല്ലാം അവന് കീഴൊടുങ്ങുകയാണ്. ഭൂമിയിലുള്ളവരെല്ലാം അല്ലാഹുവിന് കീഴൊടുങ്ങുന്നവരാണ്. എല്ലാം ചിന്തിക്കണം. ചിന്തിക്കണം. ഏറ്റവും ചെറിയ അഭിപ്രായ പ്രകാരം 40 ദിവസമാണ്. കുറഞ്ഞ അഭിപ്രായം അങ്ങനെയാണ്. ഒരഭിപ്രായം, ഏറ്റവും ചെറിയ അഭിപ്രായം 40 ദിവസമാണ്. ഒരു മത്സ്യം, ഒരു ഭീമനായ മത്സ്യം എന്ത് ചെയ്തത്? മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങിയിട്ട് മെഡിറ്ററേനിയൻ സമുദ്രം അങ്ങനെ ചുറ്റി. ഈ മത്സ്യം ചുറ്റി 40 ദിവസം, അതിലേറെയുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഒരഭിപ്രായ പ്രകാരം ദുൽഹജ്ജ് 1 കടലിലേക്ക് എടുത്തു ചാടിയത് നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം. കേറിയത് മുഹറം 10. അപ്പൊ എത്ര ഉണ്ടാവും? ദുൽഹജ്ജ് ഫുള്ളും മുഹറത്തിൽ 10. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരഭിപ്രായ പ്രകാരം 40. വേറെയും അഭിപ്രായമുണ്ട്. ചെറിയ അഭിപ്രായം, ഏറ്റവും കുറഞ്ഞ ദിവസം എന്നാൽ 40 days, 40 ദിവസം. ബഹുമാനപ്പെട്ട സയ്യിദുനാ യൂനുസ് അലൈഹിസ്സലാം മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ അങ്ങനെ ചുറ്റി. ഈ മത്സ്യം, ഈ ഭീമനായ മത്സ്യം അതിന്റെ ഉള്ളിൽ അങ്ങനെ ഇരുന്ന് അങ്ങനെ ചുറ്റി. എന്ത് ചെയ്തില്ല? ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക إني ظنوني ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. സദാ സമയവും ദിക്ർ ചൊല്ലി ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം 40 ദിവസം ഭക്ഷണമില്ല, വെള്ളമില്ല, വല്ല ക്ഷീണമുണ്ടോ? ഒന്നുമില്ല. 40 ദിവസം. ظنوني ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. അങ്ങനെ ചുറ്റി നബിയുല്ലാഹി യൂനുസിനെ കൊണ്ട് ആ മത്സ്യം ചുറ്റി. നിങ്ങൾ ചിന്തിക്കണം, ഒന്നും പറ്റിയില്ല, ഒന്നും സംഭവിച്ചില്ല. ഈ കപ്പൽ, ഈ മത്സ്യത്തിൽ രക്ഷപ്പെട്ടിട്ട് മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം ഒരു മലമുകളിൽ 1 വർഷം തപസ് ചെയ്തിട്ടുണ്ട്. ആ മലമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് ഒരു മലമുകളിൽ പോയി താമസിച്ചു നബിയുല്ലാഹി യൂനുസ്. മത്സ്യത്തിന്റെ വയറ്റിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു മലമുകളിൽ കയറിയിരുന്ന് 1 കൊല്ലം തപസ് ചെയ്തു. 1 കൊല്ലം അവിടെ അങ്ങോട്ട് ഇരുന്നു. എന്തിന്? ഈ ദിക്റല്ല. ഒരു കൊല്ലം ദിക്റില്ലേ? ഏതാ ദിക്റ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇപ്പോൾ അവിടെ ഒരു ചെറിയ അങ്ങാടിയുണ്ട്. ആ അങ്ങാടിയിൽ ഞാൻ പോയിട്ടുണ്ട്.
മെഡിറ്ററേനിയൻ സമുദ്ര തീരത്ത് കുറച്ചുകൂട്ട് വന്നാൽ ഒരു കുന്നിൻ മുകളിൽ ഒരു അങ്ങാടി ഉണ്ട്. ആ അങ്ങാടിയിൽ ഞാൻ പോയിട്ടുണ്ട്. എന്താ അങ്ങാടിയുടെ പേര്? ഹൂൽ. ഹൂൽ ഹൂൽ ഞാനിത് ഹൂൽ എന്താ ഹൂൽ? അപ്പൊ ഞാൻ ഒരു അറബി പണ്ഡിതനോട് ഒരിക്കൽ സൗകര്യം കിട്ടിയപ്പോൾ ചോദിച്ച്, എന്താണ് ഈ ഹൂൽ? എന്താ ഈ നാടിന് ഹൂൽ എന്ന് പറയാൻ കാരണം എന്താണ്? ഹൂൽ കാരണം ഉണ്ടാവുമല്ലോ. എന്താ ഹൂൽ? അറബി നാമങ്ങൾക്കൊക്കെ ഒരു അസിലുണ്ടാവും. പഠിച്ചു നോക്കിയാൽ കിട്ടും എന്തൊരു അസിലുണ്ടാവും. എന്താ ഹൂൽ? അപ്പോ ആ വയസ്സനായ അറബി പണ്ഡിതനായ ആ വയസ്സനായ അറബി എന്നോട് പറഞ്ഞു, ഹൂലല്ല കുട്ടി, ഹൗലാണ്. ഹൗൽ ഹൗൽ എന്നാൽ വർഷം. ഹൗൽ എന്ന വാക്ക് ലോപിച്ച് എന്തായതാണ്? ഹൂലായതാണ്. ഹൂൽ ഹൗലൻ കാമിലൻ. ذكر لله بهذا الذكر ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അവിടെ ഒരു ചെറിയ പട്ടണമുണ്ട്. ആ തപസ് അനുഷ്ഠിച്ച സ്ഥലത്ത് ഇപ്പോൾ ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്ക് മസ്ജിദ് യൂനിസ് എന്നാണ് പേര്. മനസ്സിലായോ? അതൊരു കുന്നിൻ മുകളാണ്. അപ്പൊ ആ കുന്നിൻ മുകളിൽ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. ആ പള്ളിക്ക് മസ്ജിദ് യൂനിസിൽ എന്ന് പേരിട്ടിട്ടുണ്ട്. ആ പള്ളിയിൽ ഞാൻ പോയിട്ടുണ്ട്. യൂനുസ് നബിയുടെ ഖബർ അവിടെയല്ല. യൂനുസ് നബിയുടെ ഖബർ ഒമാനിലാണ്. അലൈഹിസ്സലാം സയ്യിദ്ന യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ ഷരീഫ് ഷറഫാക്കപ്പെട്ട അവിടുത്തെ ഖബർ ഒമാനിലാണ്. ഇത് മെഡിറ്ററേനിയൻ സമുദ്രത്തിലാണ് ഈ സംഭവം. ഏകദേശം ഫലസ്തീന്റെ ഏരിയ. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. എന്താ ഇതൊക്കെ? മത്സ്യത്തിന്റെ വയറ്റിലിരുന്നിട്ട് ഒന്നും പറ്റിയില്ല. മഹാനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം എന്തുകൊണ്ട് ആകാശങ്ങളിലുള്ളവയെല്ലാം അല്ലാഹുവിനൊടുങ്ങുകയാണ്, ഭൂമിയിലുള്ളവയെല്ലാം അല്ലാഹുവിനൊടുങ്ങുകയാണ്. അപ്പോൾ ഞാനിത് നീട്ടുന്നില്ല. ഇത് അമ്പിയാക്കളല്ലേ? അമ്പിയാക്കളല്ലാത്തവർക്കുണ്ട്, അമ്പിയാക്കൾ അല്ലാത്തവർക്കുമുണ്ട്. മഹാനായ അലാ ഇബ്നുൽ ഹദ്റമി, ബഹുമാനപ്പെട്ട അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു മിൻ അസ്ഹാബി റസൂലില്ലാഹ് അർസലഹു നബിയുൽ മുസ്തഫ മഅൽ ജയ്ശി ഇലൽ ബഹ്റൈനി ലിദഅവതി ദീനില്ലാഹി ഇലാ ദീനിൽ ലിദഅവതി ഇലാ ദീനില്ലാഹി ഇസ്ലാം. فلما أتى إلى البحر الأحمر فلم يجد شيئا من السفينة أو الباخرة ونقتل ബഹ്റൈനിലേക്ക് പ്രബോധനത്തിന് വേണ്ടി അലാ ഇബ്നുൽ ഹദ്റമിയെയും ഒരു സംഘം ആളുകളെയും പുണ്യ റസൂൽ മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി, ആ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബഹ്റൈനിലേക്ക് പറഞ്ഞയച്ചു മുഹമ്മദ് മുസ്തഫ. അങ്ങനെ فلما وصل الى ساحل البحر الاحمر ചെങ്കടൽ തീരത്തെത്തിയപ്പോൾ ഫലം യജിദ് ശൈഅൻ മിന സഫീന, ഒരു കപ്പലും കിട്ടിയില്ല, കപ്പലില്ല അപ്പുറത്ത് കിടക്കാൻ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ചെങ്കടൽ കടന്നു വേണം എവിടെ പോകാൻ? പറയും എവിടെ പോകാൻ? ബഹ്റൈനിൽ. ഇപ്പോൾ അവിടെ ഒരു പാലമുണ്ട്, കണ്ട പാലമില്ല. ഇപ്പോൾ പാലം അവിടെ ഉണ്ട്, ചെങ്കടലിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം അവിടെ ഉണ്ട്. മനസ്സിലായില്ല? ബഹ്റൈനിയുടെയും സൗദിയുടെയും ഇടയിൽ ഇപ്പോൾ ഒരു പാലമുണ്ട്, അറിയില്ലേ? ജിസ്റു ഖാലിദി എന്ന പേരിൽ. ആ പാലത്തിൽ യാത്ര ചെയ്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കയ്യും തീറ്റി. ഉണ്ട് ഒരാളുണ്ട്, ഒരാളുണ്ട്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇപ്പോൾ അവിടെ ഒരു പാലമുണ്ട്. പണ്ട് മുത്തു മനസ്സിലാവുണ്ട് പറഞ്ഞത്. ശ്രദ്ധിക്കേ അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിക്കേ, പണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ, ഇത് ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു 10-25 കൊല്ലം മുമ്പാണ് പാലം ഉണ്ടാക്കുന്നത്. പണ്ട് അവിടെ പാലമില്ല. ആരുടെ കാലത്ത്? മുത്തു മുഹമ്മദ് മുസ്തഫ. ആയിരക്കണക്കായ കൊല്ലങ്ങൾക്ക് പാലമില്ല. ബഹ്റൈനിലേക്ക് പോകും വേണം. ആർക്ക്? അലാ ഇബ്നുൽ ഹദ്റമിക്ക് ഒട്ടകമുണ്ട്, കുറച്ച് ഒട്ടകങ്ങളുണ്ട്, ഒട്ടകപ്പുറത്ത് ആളുകളുണ്ട്. എങ്ങോട്ടാ പോണത്? ബഹ്റൈനിലേക്ക്. അവിടെ ചെന്നു, കപ്പൽ കിട്ടിയില്ല, കപ്പലില്ല. കപ്പൽ അടുത്തൊന്നും വരുന്ന ലക്ഷണവും ഇല്ല. അപ്പൊ കൂടെ ഉള്ളവരോട് പറഞ്ഞ് കൈഫ മുജാബിസുൽ ബഹ്റ, ബഹ്റ എങ്ങനെ വിട്ട് കിടക്കും? അലാ നമുക്ക് മടങ്ങിയാലോ? അപ്പോൾ പറഞ്ഞില്ല, മടങ്ങൂല. ബഹറിൽ ചാടി മരിച്ചാൽ മടങ്ങൂല. മുത്തുനബി പറഞ്ഞയച്ചാൽ നബിക്കറിയില്ല ഇവിടെ ബഹറുണ്ട്. മനസ്സിലായില്ല? പോകൽ നമ്മളെ ഉത്തരവാദിത്വം. അള്ളാഹ്ക്കും റസൂലിനും ഭയപ്പെടാത്ത സാധനം ലോകത്തില്ല. അതുകൊണ്ട് നമ്മൾ മടങ്ങാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ നമ്മളെ ബഹ്റൈനിലേക്ക് അയച്ചപ്പോൾ ഇതിനിടയിൽ ഒരു വലിയ സമുദ്രം ഉണ്ടെന്നും കപ്പൽ വേണമെന്നും ആർക്കറിയാലോ? ആർക്കറിയാലോ? അറിയാലോ.
അങ്ങനെ മുത്തനബി നമ്മൾ പറഞ്ഞേക്കാൻ പാടില്ലല്ലോ. പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തോ ഒന്നുണ്ടാവും, അല്ലാതെ പറഞ്ഞേക്കൂല. ഇനി എന്താ യേശു? കടലിലേക്ക് ഇറങ്ങിക്കുക, കടലിലേക്ക് ഇറങ്ങിയിരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ അയച്ച ആളുകളെ നമ്മള് കടൽ ഒന്നും ചെയ്യൂല. കടൽ ഒറ്റക്ക് അങ്ങോട്ട് നടത്തി തരട്ടെ. കണ്ണടച്ച് പിടിച്ചോളും, കണ്ണടച്ച് പിടിക്കുന്ന തന്റെ കൂട്ടുകാരെ ഒട്ടകപ്പുറത്തിരുത്തി എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ ഒട്ടകങ്ങളെയും കുതിരകളെയും നിങ്ങൾ കടലിലേക്ക് ഇറക്കി നിർത്തുക. എന്നിട്ട് അതിന്റെ പുറത്ത് കയറിയിരിക്കുക. എന്നിട്ട് കണ്ണ് പൂട്ടിപ്പിടിക്കുക. ഞാൻ പറയാതെ കണ്ണ് തുറക്കരുത്. ഒരല്പനേരം ദിക്ർ ചൊല്ലി ബഹുമാനപ്പെട്ട അലാ ഇബ്നുൽ ഹദ്റമി കുറച്ചു നേരം ദിക്ർ ചൊല്ലി. അപ്പൊ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിന്ന് ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഇങ്ങനെ ഇരുന്ന് കടലിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തി. കണ്ണ് പൂട്ടി വിശാലമായ കടലിൽ ഇങ്ങനെ കിടക്കുന്നു. അതിന്റെ മുന്നിൽ അതിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തി, തിരമാലകളിലേക്ക് ഇങ്ങനെ ഇറക്കി നിർത്തി, കണ്ണ് പൂട്ടിപ്പിടിച്ച് ഇങ്ങനെ കാത്തിരിക്കാണ്. കുറച്ചു നേരം ദിക്ർ ചെല്ലുന്നത് കേട്ടു അലാ ഇബ്നുൽ ഹദ്റമി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറഞ്ഞ നേരം കഴിഞ്ഞപ്പോൾ ഇനി കണ്ണ് തുറന്നു നോക്ക്. ഫനഹ്നു ബി ബഹ്റൈൻ. അപ്പോൾ ഞങ്ങൾ ബഹ്റൈനിലാണ്. ഞങ്ങളപ്പോൾ ബഹ്റൈനിലാണ്. ഈ സംഭവം തഫ്സീറുൽ കബീറിൽ ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരുപാട് സ്ഥലത്തുണ്ട് ഈ സംഭവം. ഒരുപാട് സ്ഥലത്തുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അട്ടഹസിച്ച് പറഞ്ഞു, ഇതാ കണ്ണ് തുറക്കുക, കണ്ണ് തുറക്കുക. ഞങ്ങൾ കണ്ണ് തുറന്നു. അപ്പോൾ ഞങ്ങൾ ബഹ്റൈനിൽ എത്തിയിട്ടുണ്ട്. കുറഞ്ഞ നേരം ഞങ്ങൾ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും ഇരുന്നിട്ട് അലാഹിന്റെ ദിക്റിൽ പങ്കെടുത്ത് കണ്ണ് പൂട്ടിയപ്പോൾ ഞങ്ങളുടെ മുന്നിലാണ് സമുദ്രം. ഇനി കണ്ണ് തുറന്നു നോക്കി എന്ന് അലാഹ് അട്ടഹസിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ണ് നോക്കി. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ മരുഭൂമിയാണ്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ബാക്കിലാണ് എന്ത് ബഹർ ഉള്ളത്. ഞങ്ങൾ ജാവസ്നാഹു, ഞങ്ങൾ ബഹർ വിട്ട് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞങ്ങൾ ആരാണ്? റസൂലില്ലാ, ഞങ്ങൾ മുത്തുനബിയുടെ ദൂതന്മാരാണ്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി. ആകാശത്തിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവും റസൂലിനും വഴിപ്പെടും. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. വക്കബറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖമ വമിൻഹും ബിഅഹ്ലിൽ ബദീ യാ അല്ലാഹ് സല്ലല്ലാഹു സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. പേടിക്കണ്ട, അല്ലാഹു രക്ഷപ്പെടുത്തും. നിങ്ങൾ പേടിക്കണ്ട. നീ ആര് എന്ന് നീ ചിന്തിക്കണം. ഓരോരുത്തർക്കും ഉത്തരവായിട്ടുണ്ട്. ഈ ലോകത്തെ ഓരോ വസ്തുവിനും നമ്മളെ പറ്റി ഉത്തരവായിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ അവരൊന്നാണ്. ഈ ലോകത്തെ ഓരോ വസ്തു നമ്മുടെ ഉത്തരവായിട്ടുണ്ട്. ഈ ലോകത്തെ സകല വസ്തുക്കൾക്കും നമ്മളോട് ഉത്തരവാദിത്തമുണ്ട്. മുഅ്മിനേ എത്ര സംഭവങ്ങളാണ് അങ്ങനെയുള്ളത്. സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ഔലിയാക്കന്മാർ എത്രയുണ്ട് ചരിത്രത്തിൽ. എന്നിട്ടോ സിംഹം അവരെ തൊട്ടില്ല. ദിവസങ്ങൾ കഴിഞ്ഞ് കൂടി തുറന്നു നോക്കിയപ്പോൾ സിംഹം അവരെ തൊട്ടിട്ടില്ല. ഈ സിംഹം പേടിച്ചരണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? ലോകത്തുള്ള എല്ലാ ജന്തുവസ്തുക്കൾക്കും ലോകത്തുള്ള എല്ലാത്തിനും മുഅ്മിനീങ്ങളെ പേടിയാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ളവര് അല്ലാഹുവിന്റെ ആളുകളാണ്. അവർക്കെല്ലാം മുഅ്മിനീങ്ങളെ പേടിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ മുഅ്മിനാകണം. നമ്മൾ മുഅ്മിനാകണം. എന്താ പറയേണ്ടത്? നമ്മൾ മുഅ്മിനാകണം. ചിന്തിക്ക്.
നമ്മൾ മുഅ്മിനാകാതെ വെറും വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മുഅ്മിനാകണം. മുഅ്മിനാകുക എന്നാൽ അല്ലാഹുവിനെ പേടിക്കുകയാണ്, അവന്റെ നിബന്ധനകൾ അംഗീകരിക്കുകയാണ്, അവന്റെ ശാസനകളെ ഒഴിവാക്കുകയാണ്, അവന്റെ വാജിബാത്തുകൾ സ്വീകരിക്കുകയാണ്, അവന്റെ ശാസനകൾ ശിരസ വഹിക്കുകയാണ്. ഇതാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയേണ്ട വിഷയമല്ല, വിഷയം ഒറ്റൊന്നാണ്. എന്റെ നിലവിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മൾ മുഅ്മിനാവുക.